മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരായ CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ CBI FIR-ഉം കോടതി സ്റ്റേ ചെയ്തു. അഴിമതി നിരോധന നിയമപ്രകാരമല്ല FIR രജിസ്റ്റർ ചെയ്തത് എന്ന് കോടതി പറയുന്നു. കേസിലെ കക്ഷികളായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, എന്ത് ഗ്രൗണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സ്റ്റേ? അൻഷാദ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ K.M. എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ എബ്രഹാം നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. കോടതിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. CBI, അതോടൊപ്പം തന്നെ ജോമോൻ പുത്തൻപുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ എന്നിവർക്കാണ് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിനിടെ എബ്രഹാമിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ ജയദീപ് ഗുപ്ത കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ചത്. ശരി.